രാഹുൽ ഗാന്ധിയെ യു പിയിൽ തടഞ്ഞിരിക്കുന്നു. ഒപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. യു പിയിലെ സാഹചര്യം സ്ഫോടനാത്മകമാണ്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാലുകുത്താൻ അനുവദിക്കില്ലത്രേ യു പിയിൽ. വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ നിയമം കാക്കുന്ന പോലീസുകാർ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിച്ചപ്പോൾ വെടിയേറ്റു മരിച്ച പാവങ്ങളുടെ ഉറ്റവരെ കാണാൻ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പോയേ പറ്റൂ. അല്ലെന്ന് പറയാൻ അത് സവർക്കറുടെ അനന്തരവനല്ല. ജയിലിലേക്ക് പോകണോ, അയോഗ്യതയിലേക്ക് പോകണോ, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ മതിയെന്ന ഭരണകൂടത്തിന്റെ തിട്ടൂരത്തിന് മുന്നിൽ ഞാൻ സവർക്കറുടെ മകനല്ല, രാജ്യത്തിനു വേണ്ടി രക്തം ചിന്തിയ രാജീവിന്റെ മകനാണെന്ന് വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് സംബാലിലേക്ക് പോയേ പറ്റൂ. മാപ്പെഴുതി കൊടുത്തിട്ട് തിരിഞ്ഞു പോയ RSSന്റെ പിൻഗാമികളല്ല രാഹുൽ ഗാന്ധിയെ തടയാൻ ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിച്ച് ഇനി എത്ര പ്രക്ഷോഭം സൃഷ്ടിച്ചാലും അതെല്ലാം രാഹുൽ ഗാന്ധിക്ക് പുല്ലാണ്. സംബാലിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ പോയിട്ടേ തിരിച്ചു വരുള്ളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനം ഗാസിപ്പൂരിൽ തടഞ്ഞിട്ടിരിക്കുകയാണ്. പള്ളിയിൽ സർവേക്ക് അനുമതി നൽകിയതിനെ തുടർന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമ്പൽ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും അതുപോലെ UP കോൺഗ്രസ് അധ്യക്ഷനും MP മാരും മറ്റു മുതിർന്ന നേതാക്കളും ഇരുവരെയും സമ്പലിലേക്ക് അനുഗമിക്കാൻ നിൽക്കുകയാണ്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഇരുവരുടെയും സന്ദർശനത്തിന് പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. എന്നാൽ അവയെ വകവയ്ക്കാതെ പ്രദേശത്തേക്ക് എത്താൻ തന്നെയാണ് ഇരുവരുടെയും തീരുമാനമെന്ന് UP കോൺഗ്രസ് അധ്യക്ഷനും അതുപോലെ രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടി സമ്പലിലെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി ഉറച്ചു പറയുന്നു. ഉച്ചയോടെയാണ് ഇരുവരും ആ പ്രദേശത്ത് എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 ദിവസം മുൻപ് സമ്പൽ സന്ദർശിക്കാൻ ഒരുങ്ങിയ കോൺഗ്രസ് നേതാക്കളെ UP പോലീസ് തടഞ്ഞിരുന്നു. തുടർന്ന് സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയും ഉടലെടുത്തിരുന്നു. സിവിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയപ്പോൾ സമ്പൽ ഷാഹി ജുമാ മസ്ജിദ് പരിസരത്ത് വ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. 24-ാം തീയതി സംഘർഷത്തിനിടെ 4 പേരെ വെടിവെച്ചു കൊന്നു പോലീസ് ഇവർക്ക് നേരെ വെടിയുതിർത്തു എന്ന് പ്രദേശവാസികൾ കണ്ടവർ പറയുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ആ ഭവനങ്ങളിൽ എത്താൻ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെയും പിടിച്ചു നിർത്തുകയാണ് UP പോലീസ്. പക്ഷെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജീവിന്റെ മകൻ ഇന്ദിരയുടെ കൊച്ചുമകൻ പറയുന്നു, സമ്പലിൽ കഷ്ടപ്പെടുന്നവരുടെ മുന്നിലേക്ക് എത്തിയിട്ട് മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന്. നമുക്ക് ആ രംഗത്തിന്റെ വീഡിയോ തന്നെ കണ്ടു നോക്കാം. भैया जल्दी बोलो जल्दी भाई, उसी बैग में होगा ना, कैमरे वाले बैग में होता है, जहाँ होता है SBI के बैग।